നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളവുകളിലൂടെ എങ്ങനെയാണ് കൃത്യമായിട്ട് ഒരു വാഹനം ഓടിക്കുക എന്നാണ്. പലർക്കും ഒരു ബുദ്ധിമുട്ടാണ് ചെറിയ റോഡും പ്രത്യേകിച്ച് വളവുകളും ഉള്ളപ്പോൾ കൃത്യമായിട്ട് ജഡ്ജ് ചെയ്ത് വാഹനം ഓടിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്, വാഹനം ഓടിക്കണമെന്ന് അതേ ആഗ്രഹമാണ്, പക്ഷെങ്കിൽ ഇതുപോലെ സ്പേസ് കുറഞ്ഞ സ്ഥലവും ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും കൃത്യമായിട്ട് കിട്ടുന്നില്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഇന്ന് ക്ലാസ് നടക്കുന്നത്. ഈ സ്ഥലത്ത് പേരുടെ അഴീക്കൽ, ഏതാ ജില്ല? കൊല്ലം ജില്ല അഴീക്കൽ കരുനാപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നിങ്ങൾക്കും ഇതുപോലെ വാഹനം ഓടിക്കണമെന്ന് അതേ ആഗ്രഹമാണ്. അങ്ങനെയുള്ളവരാണ് എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. ഇതൊരു 1 ഡേ ട്രെയിനിങ് ക്ലാസ് ആണ്. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. പലരും നമ്മളെ മടിപ്പിക്കും, ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ലൈസൻസ് പ്രാക്ടീസ് വരെ പ്രായം കൊണ്ടായിരിക്കും നിർത്തിക്കൊന്നും പറഞ്ഞു. നമ്മുടെ ചുറ്റിനും നോക്കിയാൽ തന്നെ അറിയാം 70-75 വയസ്സുള്ള അപ്പച്ചന്മാർ പോലും വാഹനം ഓടിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തുകൊണ്ട് ഓടിച്ചുകൂടാ? ഈ ലൈസൻസും കൈവച്ച് വാഹനം വീട്ടിലുണ്ടായിട്ട് എന്തുകൊണ്ട് വാഹനം ഓടിക്കാതിരിക്കുന്നു? അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? എന്റെ ജില്ല ഏതാണ് കരുതണ്ട, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നടക്കും. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ഇപ്പൊ പറഞ്ഞു വന്നത്, നമുക്ക് ഇതുപോലെ വളവുകൾ വരുന്ന സമയത്ത് ഇതുപോലെ ഓപ്പോസിറ്റ് ഇപ്പൊ ബസ് വന്നു, ആ സമയത്തെല്ലാം പലർക്കും പേടിയാണ്, തട്ടുമെന്നുള്ള പേടിയാണ്. ഇതുപോലെയുള്ള വളവുകൾ വരുന്ന സമയത്ത് കൃത്യമായിട്ട് നമുക്ക് അതിന്റെ സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടുന്നില്ല എന്നൊക്കെയാണ് പലരും പറയുന്നത്. നമുക്ക് കൃത്യമായിട്ട് ആ ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മൾ ഒരു കാരണവശാലും വളവുകൾ വരുന്ന സമയത്ത് നിങ്ങൾ എല്ലാ ഗിയർ വിട്ട് നിങ്ങളൊരു വാഹനം ഓടിക്കാൻ ശ്രമിക്കരുത്. കാരണം നമുക്ക് ഫസ്റ്റിലും സെക്കൻഡിലും ആണോ, കാരണം നമുക്ക് ആ ഒരു ബാലൻസ് ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് തേർഡ് ഗിയർ ഒക്കെ ഇടാൻ പറ്റാത്തത്. അപ്പം നമ്മൾ ഓടി വന്നിട്ട് തേർഡ് ഗിയർ ഇട്ടുകൊണ്ട് എന്ത് ചെയ്യരുത്? അപ്പൊ തേർഡ് ഗിയർ എന്ന് പറയുമ്പോഴേ നമുക്ക് മനസ്സിലാകും സ്പീഡാണ്. ആ സ്പീഡിൽ പോകുന്ന സമയത്ത് എന്ത് ചെയ്യും? നമുക്ക് അതിനനുസരിച്ച് നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളെല്ലാം ചെയ്യാറുണ്ട്. സ്റ്റിയറിംഗ് തിരിക്കാറുണ്ട്, ആ ഷർട്ടിന്റെ ആ മൂവ്മെന്റ്സ്, വണ്ടിയുടെ സ്പീഡ് അതിനനുസരിച്ച് എല്ലാം ചെയ്യാറുണ്ട്. ആ സമയത്ത് എന്ത് ചെയ്തില്ല, പെട്ടെന്ന് എല്ലാം കൂടെ ഒന്നിച്ച് നമുക്ക് ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ട് നമുക്ക് ബാലൻസ് തെറ്റി പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് ഗിയറിലാണോ നിങ്ങൾക്ക് നിൽക്കുന്നത്, നിങ്ങൾ അതിൽ തന്നെ നിങ്ങൾ ബാലൻസ് ചെയ്ത് ഓടിക്കുക. അപ്പൊ അത് നമ്മൾ നിൽക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ തന്നെ കാല് ചോടി എടുത്ത് വെച്ച് നടക്കും എന്ന് പറഞ്ഞതുപോലെ ആ പതിയെ നിങ്ങൾ അടുത്ത് വന്ന് വെച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും ഇച്ചിരിയുടെ സ്പീഡ് കിട്ടും. അന്നേരം നമ്മൾ തന്നെ എന്ത് ചെയ്യും, സെക്കൻഡ് ഗിയർ ഒക്കെ കിട്ടുള്ളൂ. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ എന്തെങ്കിലും ഉള്ളപ്പോൾ കൃത്യമായിട്ട് ഓവർടേക്ക് ചെയ്ത് കഴിയുമ്പോൾ എത്ര കയറിയിട്ടാണ് ലെഫ്റ്റ് സൈഡ് ചേർക്കേണ്ടതെന്നും പലർക്കും അറിയത്തില്ല. അതുപോലെ തന്നെ ഇതുപോലെ ഓപ്പോസിറ്റ് വാഹനങ്ങൾ വരുന്ന സമയത്തും. അപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞതിന്റെ സാരം, നിങ്ങൾ ഒരു കാരണവശാലും വളവുകളിൽ നിങ്ങൾ ഒരു കാരണവശാലും എല്ലാ ഗിയറുകളും ഇട്ട് എന്ത് ചെയ്യരുത്, വാഹനം ഓടിക്കണം. അതുപോലെ തന്നെ ചെറിയ റോഡുകൾ വരുന്ന സമയത്തും നിങ്ങൾ ആ ഗിയറുകളിലെല്ലാം കൂടെ കിടക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ കയ്യിൽ ഒരു കൺട്രോൾ നിൽക്കാതെ വാഹനം നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകുന്നത്. അപ്പൊ നമ്മുടെ സൈഡ് തന്നെ ചേർത്ത്, നമ്മുടെ സൈഡ് നമുക്ക് റോഡിന്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെ വാഹനം ഓടിക്കാൻ വേണ്ടി ലൈസൻസ് തന്നിരിക്കുന്നത്, ആ ലെഫ്റ്റ് സൈഡ് തന്നെ ചേർക്കുക. അതുപോലെ തന്നെ ഇപ്പൊ ലെഫ്റ്റ് സൈഡിൽ ഒരാൾ നിൽക്കുന്നു, ഓപ്പോസിറ്റ് വാഹനങ്ങൾ വരുന്നു, നമുക്ക് മുന്നിലുള്ള ഗ്യാപ്പില്ല, നമ്മൾ സൈഡ് ചേർത്ത് അവിടെ നിർത്തി കൊടുക്കുക. ഇതുപോലെ വാഹനങ്ങൾ പോയി കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ മുൻപോട്ട് എടുക്കുക. അല്ലാതെ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, അവിടുത്തെ വാഹനങ്ങളെ കണ്ടോണ്ട് ഈ ലെഫ്റ്റ് സൈഡിൽ ഒരാളെ കണ്ടോണ്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഈ വീഡിയോ കാണുന്ന 90% ആൾക്കാരും ഈ റൈറ്റ് സൈഡിൽ വരുന്ന ആൾക്കാർക്കാണ് മുൻ പ്രാതിനിധ്യം കൊടുക്കുന്നത്, ആ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിക്കാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ള ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യില്ല, ശ്രദ്ധിക്കില്ല. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന വണ്ടിയെ ശ്രദ്ധിക്കാൻ എന്ത് ചെയ്യും, പെട്ടെന്ന് നമ്മൾ ലെഫ്റ്റോട്ടൊക്കെ തിരിച്ചു കളയും. ആ സമയത്ത് എന്ത് ചെയ്യും, ലെഫ്റ്റ് സൈഡിൽ പോയി തട്ടുകയൊക്കെ ചെയ്യും. അപ്പൊ ഒരു കാരണവശാലും നമ്മൾ റൈറ്റ് സൈഡ് അല്ല കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ലെഫ്റ്റ് സൈഡ് കൃത്യമായിട്ട് നമ്മൾ തട്ടാതെ നമ്മൾ ശ്രദ്ധിക്കുക. വളവായാലും ചെറിയ റോഡാണെങ്കിലും നമുക്ക് ഒരു റോഡിന്റെ ഇന്ത്യൻ നിയമപ്രകാരം റോഡിന്റെ ലൈസൻസ് തന്നിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ കൂടെ വണ്ടി ഓടിക്കാനാണ്. അപ്പൊ നമ്മൾ ലെഫ്റ്റ് സൈഡ് തന്നെയാണോ, നമ്മുടെ സൈഡ് തന്നെയാണോ, കൃത്യമായിട്ട് നമ്മൾ ചേർത്ത് തന്നെ പോയി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ നമുക്ക് ഏത് വളവിന് വന്നാലും നമുക്ക് കൃത്യമായിട്ട് നമുക്ക് വാഹനം ഓടിക്കാൻ സാധിക്കും. ഒരു കാരണവശാലോ നമ്മള് ഒരു വളവാണെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, 4 ഓൺ അടിച്ചുകൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ വെപ്രാളം ധൃതി വെച്ചുകൊണ്ടോ ഒരു കാര്യം നടക്കത്തില്ല. നമ്മുടെ സൈഡ് തന്നെ ചേർത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് സത്യത്തിൽ ഓണിന്റെ ആവശ്യവും വരുന്നില്ല. നമുക്ക് ആ വെപ്രാളം കൂടി വരുന്നുണ്ട്, എന്ത് ചെയ്യും, നമുക്ക് പേടികൾ ഉണ്ടാകും. പേടികൾ നമുക്ക് മാറുകയില്ല. നമുക്കൊരു വാഹനത്തിൽ കയറി ഇതുപോലെ സ്പേസ് കുറഞ്ഞ സ്ഥലങ്ങളിൽ വാഹനങ്ങൾ നമ്മൾ മുന്നമേ കണ്ടിരിക്കുകയാണ്, അവിടെ വളവിന് ഇവിടെ വണ്ടിയുണ്ട്, ഇവിടെ വണ്ടിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാതെ എന്ത് ചെയ്യും, നമുക്ക് പേടി കൂടി വരും. റൈറ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യാം, അങ്ങോട്ട് മാറ്റി കൊടുത്ത് നമുക്ക് ലെഫ്റ്റ് സൈഡ് ഒരു കാരണവശാലും തട്ടരുത്. എല്ലാവരും ഇതുപോലെ കണ്ട ലെഫ്റ്റ് സൈഡിൽ വണ്ടി കിടക്കുമ്പോൾ റൈറ്റ് സൈഡിൽ കൂടെ വണ്ടി വരുമ്പോൾ എന്ത് ചെയ്യും, കൂടുതലായിട്ടും ഈ റൈറ്റ് സൈഡിലെ വണ്ടിക്ക് ഇത് കൊടുക്കുന്നതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ നമ്മൾ വണ്ടി നിന്ന് പോകുന്നതും അതുപോലെ തന്നെ തട്ടാൻ പോകുന്നതും എല്ലാം. അപ്പൊ ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യരുത്, ഈ ഒരു രീതി നിങ്ങൾ ചെയ്യരുത്. അപ്പൊ എത്ര വളവാണെന്ന് പറഞ്ഞാൽ വളവുകളാണ്. ഇപ്പം ഒരു റോഡുണ്ടെങ്കിൽ, ഒരു ചെറിയ റോഡാണെങ്കിലും വലിയ റോഡാണെങ്കിലും വണ്ടികൾ ഓപ്പോസിറ്റ് ഉണ്ടാകും. അപ്പൊ നമ്മളത്
മുൻകരുതി വേണം പോകാൻ. ഓപ്പോസിറ്റ് വണ്ടികൾ ഉണ്ടാകും. അപ്പൊ നമ്മൾ ഒരു കാരണവശാലും ചെയ്യരുത്, നമ്മുടെ സൈഡ് കീപ്പ് ചെയ്ത് തന്നെ വണ്ടി ഇതുപോലെ കൊണ്ടുപോയി നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ എന്ത് ചെയ്യാം, ഇതുപോലെ വാഹനം ഓടിക്കാൻ കഴിയുന്നതാണ്. അപ്പൊ ഇങ്ങനെ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ടെങ്കിലും തനിയെ വാഹനം ഓടിക്കുവാൻ പേടി, അതിയായ ആഗ്രഹമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം മാധ്യമം വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. ഇതല്ലേ കൃത്യമായിട്ട് നമ്മുടെ സൈഡ് തന്നെ ഇതുപോലെ പേടിയാണായിരുന്നു ഈ മേഡത്തിന്, അതുപോലെ തന്നെ പേടിയാണ്. ഈ ലെഫ്റ്റ് സൈഡ് കൃത്യമായിട്ടും വാഹനങ്ങൾ ഒരുപാട് വരുന്ന സമയത്തും കൃത്യമായിട്ട് ജഡ്ജ്മെന്റ് കൃത്യമായിട്ട് കിട്ടുന്നില്ല. അപ്പൊ അതിനായിട്ടാണ് ഇപ്പൊ ഈ ഒരു റോഡിൽ കൂടെ തന്നെ വണ്ടി കൊണ്ട് കൃത്യമായിട്ട് ഇതുപോലെ തന്നെ വന്നിട്ട് ഇതുപോലെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം. കൃത്യമായിട്ട് നമുക്ക് ഇതുപോലെ വളവിൽ ഇങ്ങനെ കൃത്യമായിട്ട് നമുക്ക് ജഡ്ജ് ചെയ്യാൻ കഴിയും. അതുപോലെ ലെഫ്റ്റ് സൈഡിലെ വളവിലോട്ടാണെങ്കിൽ നമ്മൾ ആദ്യം അഡ്വാൻസ് നമ്മൾ സ്റ്റിയറിംഗ് ഒടിച്ച് വെക്കരുത്. സ്റ്റിയറിംഗ് ഒടിച്ച് വെക്കാതെ തന്നെ കൃത്യമായിട്ട് നമുക്ക് ലെഫ്റ്റ് സൈഡിനനുസരിച്ച് മാത്രമേ നമ്മൾ സ്റ്റിയറിംഗ് നമ്മൾ ഒടിച്ചു കൊടുക്കാവൂ. അതേപോലെ തന്നെ നമുക്കിപ്പോ ഇടത്തോട്ടുള്ള വളവാണ്. അപ്പൊ നമുക്ക് ഇടത്തോട്ടുള്ള വളവ് കാണത്തില്ല. അപ്പൊ നമ്മൾ റൈറ്റ് സൈഡിലോട്ട് ആക്കുക, അതുപോലെ ആക്കിയിട്ട് കൊണ്ടുവരിക. അപ്പൊ ഒരുപാട് അങ്ങോട്ട് പോകരുത്. അപ്പൊ ഇതുപോലെ തന്നെ വണ്ടികൾ കിടക്കുന്ന സമയത്ത് നമ്മൾ ഒരു കാരണവശാലും പിന്നെ ലെഫ്റ്റോട്ടും റൈറ്റോട്ടും വെറുതെ തിരിക്കാതെ നമുക്ക് നേരെ തന്നെ എന്ത് ചെയ്യുക, ഇതുപോലെ തന്നെ കയറുക. ഇതല്ലേ ഇപ്പൊ ഉദാഹരണത്തിനനുസരിച്ച് മാത്രം ഉള്ളിൽ റോഡിനകത്ത് ഇരുന്നുകൊണ്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ലെഫ്റ്റ് സൈഡ് തട്ടാതെ തന്നെ ഇതുപോലെ നമുക്ക് തിരിക്കാം. ഇവിടെ കണ്ടല്ലേ അമൃതാനന്ദമയ അല്ലേ, കഴിഞ്ഞോ? റൈറ്റ് സൈഡിൽ കൂടെ ഒരു വണ്ടി വരുന്ന സമയത്ത് നമ്മൾ ആദ്യം ലെഫ്റ്റ് സൈഡ് ക്രീപ്പ് ചെയ്ത് കറക്റ്റ് ആയിട്ട് വെക്കുക. എന്നിട്ട് നമ്മൾ അവിടെ പോകാൻ സ്ഥലമില്ല, അവിടെ നിർത്തി കൊടുക്കുക. പോകാൻ സ്ഥലം ഉണ്ടോ നമ്മൾ ആ വാഹനങ്ങൾ കയറി വരുമ്പോൾ നോക്കുക, ഉണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് കയറി പോവാ. ഇതുപോലെ സാറേ ഈ ക്ഷേത്രമൊക്കെ സുനാമിക്കാ 2006 എന്നിട്ട് പിന്നെ പുതിയതായിട്ട് വെച്ചാ ഇവിടെ 2006 അല്ലേ? 2006. നിങ്ങൾക്കും ഇതുപോലുള്ള സംശയങ്ങളാണ് എന്നെ ഒരു വീഡിയോ ചെയ്യാമെന്ന കമന്റ് ബോക്സിൽ ചോദിച്ചാൽ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്കും ഇതുപോലെ സ്റ്റിയറിങ്ങിൻ്റെ ബാലൻസ് കുറവ്, അല്ലെന്നുണ്ടെങ്കിൽ ക്ലച്ചിൻ്റെ കൺട്രോൾ, അല്ലെന്നുണ്ടെങ്കിൽ ആക്സിലേറ്റർ കൊടുക്കാൻ കൃത്യമായിട്ട് പേടി, അതുപോലെ തന്നെ സ്റ്റിയറിങ്ങിൻ്റെ ബാലൻസ് കുറവ് എന്തെങ്കിലും അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഞാൻ ഇതുപോലെ സമയം കിട്ടുമ്പോൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഡ്രൈവിംഗ് ഇതുപോലെ വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.